നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വമ്പൻ നീക്കങ്ങൾ പല ജില്ലകളിലും സജീവമാക്കി നിർത്തുകയാണ് കോൺഗ്രസിനെ അതാത് ജില്ലകളിൽ അതിസാഹസികമായ മുന്നേറ്റത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടി നെടുനായകത്വം നൽകുന്ന നിരവധി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ കേരളത്തിൽ എണ്ണപ്പെട്ട ആദ്യത്തെ 3 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ VS ജോയ്, കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ കുമാർ, അതുപോലെ തന്നെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഷിയാസ്. ഇതിൽ ഏറ്റവും കൂടുതൽ CPM-ന്റെ ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. തുടർച്ചയായി നിരവധി പരിപാടികളിലൂടെ ആയിരക്കണക്കിന് ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന അഭൂതപൂർവമായ കാഴ്ചയാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. CPM-കാരായിട്ടുള്ള 1-2 ആളുകളല്ല, ചില മേഖലകളിൽ ഒന്നടങ്കം CPM-കാർ കോൺഗ്രസിലേക്ക് വരുന്ന വാർത്ത പലപ്പോഴും മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖനാണ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. നിഷാദ് കെ പുറം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു നിയമസഭാ മണ്ഡലം തന്നെ പിടിച്ചെടുക്കാൻ കഴിവുള്ള ആളുകളുടെ ക്യാപ്റ്റനാണ് ഈ നിഷാദ്. അതായത് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ താനൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് ഇപ്പോൾ മന്ത്രി പദത്തിൽ എത്തിയിരിക്കുന്ന മന്ത്രി V അബ്ദുൾ റഹ്മാനാണ്. ഈ അബ്ദുൾ റഹ്മാനെ സഹായിച്ച ടീം 5 എന്ന കൂട്ടായ്മയുടെ ക്യാപ്റ്റനാണ് കോൺഗ്രസിൽ ചേർന്ന നിഷാദ് കെ പുരം. താനൂർ മണ്ഡലത്തിൽ അതിശക്തമായ സ്വാധീനമുള്ള ടീം 5-ന് 2000-ലധികം മെമ്പർമാർ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെറും 950 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച താനൂർ മണ്ഡലത്തിൽ അബ്ദുൾ റഹ്മാനെ തോൽപ്പിക്കാൻ ഈ ടീം 5-ന് കഴിയും എന്നുറപ്പാണ്. മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥിയായി എത്തുന്നത് UDF-ന്റെ ഏറ്റവും കരുത്തനായ നേതാവ്, മുസ്ലിം ലീഗിന്റെ യുവജന നേതാവ് ശ്രീ PK ഫിറോസ് ആണ്. താനൂർ വോട്ട് ദുരന്തം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ അതിശക്തമായ MLA വിരുദ്ധ വികാരം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ ഈ ടീമിന്റെ കോൺഗ്രസ് പ്രവേശനം കൂടിയാകുമ്പോൾ അബ്ദുൾ റഹ്മാന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തന്നെ പ്രസക്തി ഇല്ലാതാവുകയാണ്. ടീം 5-ന് മന്ത്രി അബ്ദുൾ റഹ്മാൻ പല കാര്യങ്ങളിലും വാഗ്ദാനങ്ങൾ നൽകി. എന്നാൽ അതൊന്നും പാലിച്ചില്ലെന്നു മാത്രമല്ല, അഹങ്കാരവും കെടുകാര്യസ്ഥതയും കൊണ്ട് അബ്ദുൾ റഹ്മാൻ ഒരു പരാജയപ്പെട്ട MLA ആയി മാറി എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അവസരം നൽകിയിട്ടും പരാജയപ്പെട്ട ഒരു നേതാവിന് വീണ്ടും പിന്തുണ നൽകുന്നത് വിഡ്ഢിത്തമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ബന്ധം ഉപേക്ഷിച്ച് യഥാർത്ഥ മതേതര ചേരിയിൽ അണിനിരക്കുന്നതെന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഈ ടീമിന്റെ പൂർണ്ണമായ ലയനം അടുത്തു തന്നെ നടക്കാൻ പോവുകയാണ്. അതിന്റെ ആദ്യ പടിയെന്നോണം അതിന്റെ ആദ്യ ഘട്ടത്തിൽ ഇതിന്റെ നേതാക്കളായ നിഷാദ് കെ പുരം, ഷറഫ് താനൂർ, അബ്ദുൾ വഹാബ് എന്നിവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ 2000-ഓളം പ്രവർത്തകർ ഘട്ടം ഘട്ടമായി കോൺഗ്രസിൽ ചേരുന്നു എന്ന വാർത്ത ആഹ്ലാദത്തോടു കൂടിയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. വെറും 950 വോട്ടിന് മാത്രം ജയിച്ച മണ്ഡലത്തിൽ LDF-ന്റെ 2000-ഓളം വോട്ടുകൾ UDF-ലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി 4000-ലധികം വോട്ടിന്റെ വ്യത്യാസം വരുത്താൻ കഴിവുള്ളതാണ്. പണ്ട് മുതൽക്ക് തന്നെ UDF-ന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന താനൂർ മണ്ഡലം 2016-ലാണ് അബ്ദുൾ റഹ്മാനിലൂടെ ഇടത്തോട്ട് ചരിഞ്ഞത്. അദ്ദേഹവും പഴയ കോൺഗ്രസ് നേതാവായിരുന്നു. അങ്ങനെ കോൺഗ്രസിനെയും UDF-നെയും ചതിച്ച് മന്ത്രി വരെയായ നേതാവിന്റെ പരാജയം 10 വർഷങ്ങൾക്കു ശേഷം ഉറപ്പാക്കാൻ പോവുകയാണ് താനൂർ മണ്ഡലം. അതിന്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം കണ്ടു തുടങ്ങിയത്. 2000 പേർ ഒരുമിച്ച് MLA-ക്കെതിരായി മാറുന്നു എന്നുള്ളത് മർമ്മം നോക്കി UDF തിരിച്ചടിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദർശനമാണ്.